നാളെയും സമരം നടക്കും, അപ്പോഴും മോഹൻ കുന്നുമൽ ഉണ്ടാവില്ല. പക്ഷേ തൃശ്ശൂരിലെ ഏതെങ്കിലും അണ്ടിമുക്ക് ശാഖയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും മോഹൻ കുന്നുമൽ. കേരള സർവകലാശാല രാജ്യത്ത് തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റാങ്ക് ഫ്രെയിംവർക്കിൽ ഏറ്റവും സുപ്രധാനമായ റാങ്കിംഗ് വഹിക്കുന്ന ഒരു സർവകലാശാലയാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ VC ആയി ക്ഷണിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല. ജോൺ മത്തായി, ഇക്ബാൽ മാഷ്, പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ, ഏറ്റവും അവസാനം മഹാദേവൻ പിള്ള സാർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്ത് രാജ്യത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കൊണ്ടുവന്ന കേരളത്തിൻ്റെ സുപ്രധാനമായ ഒരു സർവകലാശാലയാണ് തിരുവനന്തപുരം ആസ്ഥാനമായി സ്ഥിതി ചെയ്യുന്ന കേരള സർവകലാശാല. ഈ സർവകലാശാലയ്ക്ക് കേരളത്തെക്കാൾ കൂടുതൽ പ്രായമുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ഭാഗധേയം വഹിക്കുന്ന സർവകലാശാല കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാർ, ചിന്തകർ, ശാസ്ത്രജ്ഞർ, രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കന്മാർ, IASകാർ, അങ്ങനെ എല്ലാ മേഖലയിലേക്കും കടന്നു വന്നിട്ടുള്ള പ്രഗത്ഭമതികളായ മനുഷ്യരെ സംഭാവന ചെയ്തൊരു സർവകലാശാലയാണ് കേരള സർവകലാശാല. ആ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റുമായി അഭിമാനത്തോടുകൂടി ലോകത്തെ ഏത് സർവകലാശാലയിലേക്കും ഏത് യൂണിവേഴ്സിറ്റിയിലേക്കും കടന്നു ചെല്ലാമെന്നും ഇന്ത്യയിലെ തന്നെ പ്രീമിയറായ IIT, IIM ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് കയറി ചെല്ലാമെന്നും ഞാൻ പഠിച്ചു വരുന്നത് കേരളയിൽ നിന്നാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിഞ്ഞിരുന്ന മനുഷ്യരായിരുന്നു ഇവിടെ പഠിച്ചു പൂർത്തീകരിച്ചത്. കാരണം അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തിരുന്നത് ജോൺ മത്തായി ആയിരുന്നു, ഗോപിനാഥ് രവീന്ദ്രനായിരുന്നു, മഹാദേവൻ പിള്ള സാറായിരുന്നു, ഡോക്ടർ ഇക്ബാൽ മാഷായിരുന്നു. ഇവരൊക്കെയും ഒപ്പിട്ട് കൊടുത്ത സർട്ടിഫിക്കറ്റുമായി ഏതു മേഖലയിലേക്കും കടന്നു പോകാൻ ആത്മവിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ 2022 ശേഷം താൽക്കാലിക VC ഷിപ്പുമായി കേവല ഡിഗ്രിയുമായി ഒരാൾ കടന്നു വന്ന് സംഘപരിവാറിന്റെ പാതാരവിന്ദങ്ങൾ തൊട്ടുതലോടി അവരുടെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് RSSന്റെ വിടുപണിയെടുക്കുന്ന ഡോക്ടർ മോഹൻ കുന്നുമൽ എന്ന 1-ാം നമ്പർ വർഗീയവാദി RSSകാരൻ കേരള സർവകലാശാലയുടെ VC ആകുമ്പോൾ, പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും സഹപ്രവർത്തകരും ഈ പറഞ്ഞ വിദ്യാർത്ഥികളും ഈ കൂടെയുള്ള കേരള സർവകലാശാലയിലെ 10,000-ഓളം ഇന്ന് ഈ സമരത്തിൽ പോലും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത് മോഹൻ കുന്നുമൽ എഴുതി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റായി കൈമുതലായി കിട്ടുന്നത് എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മോഹൻ കുന്നുമൽ ഒപ്പിട്ട് കൊടുക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് നാം നേരിടുന്ന പ്രശ്നം. അങ്ങനെ അയാൾ ഒപ്പിട്ട് തരുന്ന സർട്ടിഫിക്കറ്റുമായി പോകേണ്ടവരാണോ നമ്മളെന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മോഹൻ കുന്നുമൽ പങ്കെടുക്കുന്ന സിൻഡിക്കേറ്റ് മീറ്റിങ്ങുകളേക്കാൾ കൂടുതൽ, മോഹൻ കുന്നുമൽ പങ്കെടുക്കേണ്ട അക്കാദമിക് യോഗങ്ങളേക്കാൾ കൂടുതൽ, മോഹൻ കുന്നുമൽ പങ്കെടുക്കേണ്ട സർവകലാശാല റിസർച്ച് കമ്മിറ്റികളുടെ യോഗത്തെക്കാൾ കൂടുതൽ, ഡോക്ടർ ഫെലോഷിപ്പുകൾ കൊടുക്കുന്നതിൻ്റെ അത്തരത്തിലുള്ള യോഗങ്ങളെക്കാൾ കൂടുതൽ അയാൾ പങ്കെടുത്തിരിക്കുന്നത് ശാഖായോഗങ്ങളാണ്. അയാൾ പങ്കെടുത്തിരിക്കുന്നത് RSS പരിപാടികൾക്കാണ്. അയാൾ കണ്ടിരിക്കുന്നത് ഗവർണറെയാണ്. അയാൾ പാതാരവിന്ദങ്ങളിൽ, അയാൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് വർഗീയവാദികളെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ പുതിയൊരമ്മയെ നമുക്ക് പഠിപ്പിച്ചെന്നത്. വന്ദേ മാതരത്തെ ബഹുമാനിക്കാത്തവർ അമ്മയെ അറിയാത്തവരാണ് എന്നാണ്. അയാളുടെ ഭാഷയിൽ തിരികെ മറുപടി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ബോധ്യമുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കാൾ കൂടുതൽ മാന്യതയും സംസ്കാരവുമുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താണ്? കുറെ വർഷങ്ങൾക്ക് മുമ്പ് RSSകാർ ഈ നാട്ടിലെ മനുഷ്യരോട് പറഞ്ഞിരുന്നത് പശു നിങ്ങളുടെ അമ്മയാണ് എന്നായിരുന്നു. അന്ന് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് VS പറഞ്ഞിരുന്നു, അങ്ങനെയാണെങ്കിൽ കാള നിന്റെയൊക്കെ അച്ഛനാണോ എന്ന്. അത്തരത്തിൽ സ്വാഭാവികമായും ഈ കേരളത്തിൽ വ്യത്യസ്ത കാലഘട്ടത്തിൽ ഇന്ത്യയിലെമ്പാടുമുള്ള മനുഷ്യരോട് ഓരോരോ ഘട്ടത്തിൽ ഹിന്ദുത്വത്തിന്റെ വർഗീയവാദം പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മളെ പലതും പഠിപ്പിക്കാൻ ശ്രമിച്ചു. ശ്രീരാമനെയും സീതയും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഈ മതേതര രാജ്യത്തിന്റെ മതനിരപേക്ഷ ബോധ്യത്തിന്റെ അവസാനത്തെ മനുഷ്യനോടും ആരാധിക്കാൻ ആവശ്യപ്പെട്ടു. ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ തച്ചു തകർത്ത പകലുകളിലും രാജ്യത്തെമ്പാടും ഈ മനുഷ്യരെ വേട്ടയാടുന്ന വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ദൈവത്തിന്റെ പേരിലാണ്. രാമൻ പറഞ്ഞോ,
സീത ആവശ്യപ്പെട്ടോ? ഏതെങ്കിലും അവതാരങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ മീമാംസയാണോ RSSൻ്റെത്? അങ്ങനെയല്ലെന്നിരിക്കെ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ സമൂഹത്തിന്റെ ദൈവങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ഇവർക്ക് എന്തധികാരം? എൻ്റെ ദേശസ്നേഹത്തെ തീരുമാനിക്കേണ്ടത് മോഹൻ കുന്നുമലാണോ? ദേശ സ്നേഹത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ദേശീയ ഗാനവും ഇവിടുത്തെ ജനഗണമന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കൃത്യമായ വേർതിരിവുകളോടുകൂടിയുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ RSSന്റെ തിട്ടൂരം പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് തയ്യാറല്ലെന്ന് മാത്രമല്ല, അത് ഞങ്ങളോട് ആജ്ഞാപിക്കാൻ മോഹൻ കുന്നുമലിന് എന്തധികാരമാണ്? നോക്കൂ, കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചെറുതാണോ? അവിടുത്തെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ നടത്തിപ്പ്, റിസൾട്ട്, അതുമായി ബന്ധപ്പെട്ട് LLBയിലെ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും സമരത്തിലാണ്. നാളെയും സമരം നടക്കും. അപ്പോഴും മോഹൻ കുന്നുമൽ ഉണ്ടാവില്ല. പക്ഷേ തൃശ്ശൂരിലെ ഏതെങ്കിലും അണ്ടിമുക്ക് ശാഖയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും മോഹൻ കുന്നുമൽ. ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ട ആളുടെ പേരാണോ കേരള സർവകലാശാല VC? അവിടെ പഠിക്കുന്ന 10,000 കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന 25,000 കുട്ടികൾക്ക് പല രാഷ്ട്രീയമുണ്ടാകും, പല ബോധമുണ്ടാകും, പല ജാതികൾ, പല മതങ്ങൾ, ഇതൊക്കെ ചേർന്നതാണ് ഈ രാജ്യം. അപ്പോ ആ സർവകലാശാലയുടെ ഹെഡായിരിക്കുന്ന VC എങ്ങനെയാണ് RSS പരിപാടിക്ക് പോവുക? എന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ റോജി M. ജോൺ ഒരിക്കലെങ്കിലും വായി തുറക്കുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മോഹൻ കുന്നുമലിനെ പേടിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആനയെ പേടിച്ചോളോ, ആനപ്പിണ്ടത്തിനെ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. റോജി M. ജോണ് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് മോഹൻ കുന്നുമലിനെ വിളിപ്പിച്ച് പറയാൻ കഴിയണം. അല്ല എങ്കിൽ നിങ്ങളും സംഘപരിവാറിന്റെ ലിസ്റ്റിൽ അവരോടൊപ്പം രാഷ്ട്രീയം പേറുന്ന മനുഷ്യനായി അടയാളപ്പെടുത്തും. നിങ്ങളുടെ മുഖ്യമന്ത്രി ഇപ്പോൾ തന്നെ ആ ലിസ്റ്റിലെ പ്രധാനിയാണ്. അതിന്റെ കൂട്ടത്തിൽ റോജി M. ജോണും വന്ന് കയറേണ്ടി വരും എന്ന് നിങ്ങൾ പ്രത്യേകമായി കണ്ടേക്കണം.